എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു 1/2 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് പച്ചയ്ക്ക് വെച്ചിട്ട് എല്ലാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ ചിക്കൻ ബിരിയാണിക്ക് എന്തെല്ലാം വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് നെയ്ച്ചോറും പിന്നെ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇതെല്ലാം പച്ചയ്ക്കാണ് ചേർത്തിട്ടുള്ളത്, ഒന്നും നമ്മൾ വഴറ്റിയിട്ടില്ല. ഇതെല്ലാം വഴറ്റാതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ഈ ചിക്കനൊക്കെ ഒന്ന് വേവിക്കണം. ആ ചിക്കൻ വേവുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒക്കെ നന്നായിട്ടിതാ വെന്ത് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായിട്ട് വരുമ്പോഴേക്കതാ നല്ലതായിട്ട് തിളച്ചതാ. ഈ ചിക്കനകത്തുനിന്നും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറ്റി വരണം. വറ്റി വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയുള്ള റൈസ് തയ്യാറാക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. വെള്ളം ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, കറിവേപ്പിലയൊക്കെ ഇടാം. അതിനകത്ത് കുറച്ച് വലിയുള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കഴുകി ഊറ്റി വെച്ച ഈ റൈസ് ഇട്ട് കൊടുക്കാം. അതിൽ ഒരു ശകലം പോലും, അതായത് ഒരു ഇത്തിരി എണ്ണ പോലും ഞാൻ ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിക്കാതാണ് ഞാൻ ഈ കുക്കറിൽ ഈ ഗീ റൈസ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനി ഞാൻ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എല്ലാം നല്ല വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ ചോറ് വെക്കുന്നത്. ഓക്കെ, വെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ചോറ് ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള നമ്മൾ ഇതിനകത്ത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. കാരണം ഇത് ആർക്കും കഴിക്കാം. കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ആർക്കും പേടി വേണ്ട. എണ്ണ കൂടിപ്പോയി, ബിരിയാണിക്ക് എണ്ണ കൂടിപ്പോയി എന്നൊക്കെ ചിലർ പറയുന്നതൊക്കെ ഭയങ്കര നെയ്യാണെന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ബിരിയാണി. ഓക്കേ, നമ്മുടെ എണ്ണയില്ലാത്ത ചിക്കൻ ബിരിയാണി സെറ്റായിട്ടുണ്ട്.